ജോപ്പാസ് വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ജൂലൈ 3-ാം തീയതി എൻ്റെ ജന്മദിനമാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളുമൊക്കെ നല്ലൊരു സർപ്രൈസ് ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ എൻ്റെ ഭാര്യ ആശ നിങ്ങളടുത്ത് പറയും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കേട്ടാലോ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. ഇന്ന് ചേട്ടായിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ രാവിലെ പള്ളിയിലൊക്കെ പോയി വന്നു. അങ്ങനെ ജോഹാൻകുട്ടന് കഫക്കെട്ടും ചുമയൊക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ ഒന്ന് മരുന്നിന് പോകാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മരുന്നിനൊക്കെ പോയി മരുന്നൊക്കെ മേടിച്ച് അവിടെ ഭയങ്കര തിരക്കായിരുന്നേ. അങ്ങനെ മരുന്നൊക്കെ മേടിച്ച് വന്നു. അന്നേരമാണ് മൂത്ത ചേട്ടൻ്റെ ചേച്ചി ഡേയ്സ് ചേച്ചി ഞങ്ങളെ വിളിക്കുന്നത്. അങ്ങനെ ചേച്ചി ഞങ്ങൾക്ക് മന്തിയും കേക്കും ഒക്കെ മേടിച്ച് വന്നായിരുന്നു. അന്നേരം ഞങ്ങളിവിടെ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു അതിലേ ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടായിയുടെ ബർത്ത്ഡേ അങ്ങനെ അപ്രത്യക്ഷമായി ആഘോഷിച്ചു. അങ്ങനെ ഇന്നലെ ചേട്ടായി ഈ ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കുന്നതൊന്നും ഇഷ്ടമല്ല കേട്ടോ. അന്നേരം ചേട്ടായി ബാക്കി ഞങ്ങളുടെയൊക്കെ ബർത്ത്ഡേക്ക് കേക്കും ഒക്കെ മേടിക്കാമെന്ന് പറഞ്ഞാൽ ചേട്ടായി പറയും മേടിക്കാമെന്നൊക്കെ പറയും. ചേട്ടായിയുടെ ബർത്ത്ഡേ വരുമ്പോൾ ചേട്ടായി ബർത്ത്ഡേക്ക് കേക്കൊന്നും മേടിക്കാമെന്ന് പറഞ്ഞ് ചേട്ടായി പറയും അതൊന്നും വേണ്ടാന്ന് പറയും. ടൗണിലേക്കൊക്കെ പോകുമ്പം ഇവർ നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ചൊക്കെ പോയി ഒരു യാത്രയൊക്കെ ചെയ്ത് തിരിച്ചു പോരാന്നുള്ളൊരു കാഴ്ചപ്പാടിലായിരുന്നു പോയത്. പക്ഷേ ഡേയ്സ് ചേച്ചിയൊക്കെ ഇവിടെ വന്ന് വിളിക്കുകയും ഭക്ഷണവും കേക്കും ഒക്കെ ആയിട്ടൊക്കെ വരികയും ലക്സനും അലക്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്ത സ്ഥിതിക്ക് എന്ത് ചെയ്തു, ഞങ്ങൾ പിന്നെ അവിടെ പോയിട്ട് വീട്ടിൽ പോയി കേക്കൊക്കെ കട്ട് ചെയ്ത് ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷത്തോടു കൂടി പിരിഞ്ഞു പോന്നു. അപ്പം ഒത്തിരി സ്നേഹത്തോടു കൂടി ഡേയ്സ് ചേച്ചീനെയും ലക്സനെയും അലക്സിനെയൊക്കെ ഓർക്കുന്നു. എൻ്റെ ജന്മദിനം ഓർത്ത് പ്രാർത്ഥിച്ച് വിഷ് ചെയ്ത് നല്ല കേക്കും ബട്ടർ സ്കോച്ച് അതുപോലെ ഭക്ഷണങ്ങളൊക്കെ ഒരുക്കി തരികയൊക്കെ ചെയ്തതിന്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നേരിട്ട് നമുക്ക് വീഡിയോയിലൂടെ കാണാം. ഇനി അങ്ങനെ ബർത്ത്ഡേയുടെ ആഘോഷമൊക്കെ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്നത്തെ ദിവസം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഈ ദിവസം പ്രത്യേകം ഓർത്ത് എന്നെ വിഷൊക്കെ ചെയ്ത എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആൾക്കാരൊക്കെ ഉണ്ട് പലരും. അവരൊക്കെ വോയിസിലൂടെയും ഫോൺ വിളിച്ചിട്ട് കിട്ടാതെ വോയിസിലൂടെയൊക്കെ വിഷൊക്കെ ചെയ്ത എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ഞാൻ നന്ദി പറയുന്നു. അപ്പോൾ ബൈ ബൈ.